ഛത്തീസ്ഗഡിലെ മലയാളി കന്യാസ്ത്രീകളുടെ അറസ്റ്റിന് പിന്നിൽ പ്രത്യേക അജണ്ടയുണ്ടെന്ന് ഫരീദാബാദ് രൂപത അധ്യക്ഷൻ ബിഷപ്പ് മാർ കുര്യാക്കോസ് ഭരണികുളങ്ങര പറയുന്നു. നീതി ഉറപ്പുവരുത്തേണ്ടത് അധികാരികളാണ്. അവരൊരു പാർട്ടിയുടെ പക്ഷം ചേരാൻ പാടില്ല. വസ്തുനിഷ്ഠമായി നീതി നടപ്പാക്കുകയാണ് വേണ്ടതെന്നും ബിഷപ്പ് മാർ കുര്യാക്കോസ് ഭരണികുളങ്ങര 24 പറഞ്ഞു. ഫരീദാബാദ് രൂപത അധ്യക്ഷൻ ബിഷപ്പ് മാർ കുര്യാക്കോസ് ഭരണികുളങ്ങര അദ്ദേഹം ഇപ്പോൾ 24 ചേരുകയാണ്. നമസ്കാരം ഫാദർ. ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ കന്യാസ്ത്രീമാരുടെ അവരുടെ രണ്ടുപേരുടെയും കേസ് അതിപ്പോൾ NIA മാറിയിരിക്കുകയാണ്. അത് കൂടുതൽ സങ്കീർണമാകുന്നൊരു സാഹചര്യമല്ലേ നിലവിലുള്ളത് ഈ വിഷയത്തിൽ? ഈ അറസ്റ്റിലാക്കപ്പെട്ട സിസ്റ്റേഴ്സിന് ജാമ്യം നിഷേധിച്ചു എന്നുള്ളത് വളരെ സങ്കടകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ വീണ്ടും അത് NIA മാറി എന്ന് പറയുമ്പോൾ അതിൻ്റെ സ്വഭാവം ആകെ വ്യത്യാസപ്പെടുകയാണ്. ഹ്യൂമൻ ട്രാഫിക്കിംഗ് എന്നുള്ളൊരു വിഷയത്തെ പറ്റിയാണ്, അല്ലെങ്കിൽ മനുഷ്യക്കടത്തിന് പരിശ്രമിച്ചു എന്നുള്ള ഒരു വിഷയം സംബന്ധിച്ചാണ് ഇത് ആ കോടതിയിലേക്ക് മാറ്റിയിട്ടുള്ളത്. ഇവരെന്തോ രഹസ്യ ലക്ഷ്യത്തോടു കൂടിയിട്ട് ഒരു ഹിഡൻ അജണ്ട ഇതിൻ്റെ പുറകിലുണ്ട് എന്നാണ് എനിക്ക് സംശയം. അല്ലെങ്കിൽ ഈ സിസ്റ്റേഴ്സിനെ NIA കോടതിയിലേക്ക് മാറ്റേണ്ട യാതൊരു കാര്യമില്ല. ഒപ്പം തന്നെ ഫാദർ, ഇപ്പോൾ ഈ കേസ് കോടതി NIA കോടതിയിലേക്ക് മാറ്റിയതിന് പിന്നാലെ തന്നെ ഈ ബജ്രംഗി ദൾ പ്രവർത്തകർ അവിടെ എത്തുകയും അവരുടെ വലിയൊരു ആഘോഷമൊക്കെ അവിടെ ഉണ്ടായതാണ്. തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെയുള്ളൊരു സംഘർഷാവസ്ഥ ഉണ്ടാകുമ്പോൾ, രണ്ട് പക്ഷം ഉണ്ടാകുമ്പോൾ അവർക്ക് നീതി ഉറപ്പുവരുത്തേണ്ടത്, അവരുടെ സുരക്ഷ ഉറപ്പുവരുത്തേണ്ടത് ആരാണ്? അവിടുത്തെ പൊതു അധികാരികളാണ്. അവരൊരിക്കലും ഒരു പാർട്ടിയുടെ പക്ഷം ചേർന്നിട്ട് വേറെ പാർട്ടിക്കെതിരെ അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നുള്ളത് ഇന്ത്യ പോലെ ഇത്രയും സാംസ്കാരികമായിട്ടും നമ്മുടെ ഇത്രയും ചരിത്രപരമായിട്ടും പ്രാധാന്യമറിയിക്കുന്ന ഒരു രാജ്യത്തിന് അതൊരു ഭൂഷണമല്ല. മറ്റു പാർട്ടികൾ ആഘോഷിക്കും, പക്ഷേ നമ്മൾ അതിനകത്ത് നോക്കേണ്ടത് വസ്തുനിഷ്ഠമായിട്ട് നിഷ്പക്ഷമായിട്ട് ഇവർക്ക് നീതി നടത്തി കൊടുക്കാനായിട്ടാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. അപ്പം തന്നെ ഇന്നലെ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ്റെ ഒരു പ്രസ്താവന വന്നത് ഇന്ത്യ എന്ന നിലയിൽ ക്രിസ്ത്യാനികൾക്ക് മാത്രമായി പ്രവർത്തിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. വേണ്ട, ക്രിസ്ത്യാനികൾക്ക് മാത്രമായിട്ടൊരു നീതി വേണ്ട. നമുക്ക് വേണ്ടത് ഇന്ത്യയിലൊരു പൗരൻ എന്നുള്ള രീതിയിൽ ഇന്ത്യൻ ഭരണഘടന നമുക്ക് ഉറപ്പ് നൽകുന്ന സുരക്ഷ, അതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇന്ത്യയിലൊരു പൗരൻ എന്നുള്ള രീതിയിൽ നമുക്കുള്ള ചില മനുഷ്യാവകാശങ്ങളുണ്ട്, അതാണ് ഇവിടെ ലംഘിക്കപ്പെട്ടിരിക്കുന്നത്. അത് ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയിട്ട് മാത്രമേ നീതി സംഹിത നമുക്ക് വേണ്ട. അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ഇത്തരം സംഭവങ്ങൾ അത് സഭയ്ക്ക് ആകമാനം ആശങ്കയുണ്ടാക്കുന്നത് തന്നെയാണ്. കന്യാസ്ത്രീമാരുടെ മോചനത്തിനായി എത്രയും വേഗം അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാകണമെന്ന് കൂടിയാണ് അദ്ദേഹം പറയുന്നത്. അതിന് എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരും ഒന്നിച്ചു നിൽക്കണമെന്നൊരു ആവശ്യം കൂടി അദ്ദേഹം ഈ ഘട്ടത്തിൽ മുന്നോട്ട് വയ്ക്കുകയാണ്. ക്യാമറാമാൻ ജോഗേഷ് സിംഗിനൊപ്പം വിനീത VG, 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.